ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 18 രാഹു കുംഭരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും രാശി മാറുന്നു. ഇപ്പോൾ രാഹു കേതുക്കളുടെ 2025 രാശി മാറ്റം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക് എന്ത് ഗുണദോഷങ്ങൾ രാഹുകേതുക്കളുടെ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകും. ഇപ്പം നമ്മൾ ഈ മിഥുനക്കൂറുകാർക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് പറയുന്നതിന് മുമ്പ് രാഹുകേതുക്കളുടെ പൊതു സ്വഭാവം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഫിസിക്കലായിട്ടുള്ള പ്ലാനറ്റ്സ് അല്ല. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യമില്ല. അവയെ നമ്മൾ ഛായാഗ്രഹങ്ങളെന്നാണ് വിളിക്കുന്നത്. രാഹുകേതുക്കൾ എന്ന് പറയുന്നത് 2 ബ്ലാക്ക് പോയിന്റ്സ് ആണ്. അതായത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സഞ്ചാര പദങ്ങൾ കൂട്ടുമുട്ടുന്ന 2 ബിന്ദുക്കളാണ് ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത്. മറ്റു ഗ്രഹങ്ങളെപ്പോലെ രാശിചക്രത്തിൽ രാഹുകേതുക്കൾക്ക് സ്വന്തം ഭവനമില്ല, സ്വന്തം രാശിയില്ല. അതേസമയം രാഹുകേതുക്കൾക്ക് മറ്റു ഗ്രഹങ്ങൾക്കുള്ളതുപോലെ അവർക്ക് സ്വന്തം നക്ഷത്രങ്ങളുണ്ട്. ഇപ്പോൾ തിരുവാതിര, ചോതി, ചതയം രാഹുവിൻ്റെ നക്ഷത്രങ്ങളും അശ്വതി, മഖം, മൂലം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് നക്ഷത്രങ്ങളുള്ളതുകൊണ്ട് വിംശോത്തരി ദശാസംവിധാനത്തിൽ കേതുക്കൾക്ക് ദശാകാലം ഉണ്ട്. രാഹുവിന് 18 വർഷമാണ് ദശാകാലം, കേതുവിന് 7 വർഷമാണ് ദശാകാലം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ നവഗ്രഹങ്ങളിൽ മറ്റ് 7 ഗ്രഹങ്ങളും മുന്നോട്ട് ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ രാഹുകേതുക്കൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കളുടെ പ്രധാന ശത്രുഗ്രഹങ്ങളെന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. അപ്പോൾ കേതുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫലദാന വിഷയത്തിൽ രാഹുവിന് ശനിയുമായിട്ടും അതുപോലെ കേതുവിന് ചൊവ്വയുമായിട്ടുള്ള ഒരു ഫലമാണ് നമ്മൾ പറയുന്നത്. അതായത് ശനിവത് രാഹു കുജവത് കേതു എന്നാണ് പ്രമാണം. അതായത് ശനിയുടെ പോലെയുള്ള ഫലം രാഹുവിനെ കൊണ്ട് പറയാം, അതുപോലെ ചൊവ്വയെ കൊണ്ടുള്ള ഫലം നമുക്ക് കേതുവിനും പറയാൻ കഴിയും. മാത്രമല്ല രാഹു ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിനാഥൻ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചുള്ളൊരു ഫലം നമുക്ക് ഈ രാഹുവിൻ്റെ ഫലത്തോടൊപ്പം പറയാം. അതുപോലെ കേതു ഏത് രാശി നിൽക്കുന്നോ ആ രാശിനാഥൻ്റെ സ്ഥിതി അനുസരിച്ച് നമുക്ക് കേതുവിൻ്റെ ഫലവും പറയാം. മാത്രവുമല്ല രാഹുവിൻ്റെയും കേതുവിനോടൊപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ യോഗം ചെയ്ത് നിൽക്കുന്നു ആ യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലവും നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം ഈ രാഹുകേതുക്കളെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുവെങ്കിൽ ആ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഫലവും നമുക്ക് ഫലദാന വിഷയങ്ങളിൽ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഇനി രാഹുകേതുക്കൾ എന്ന് പറയുന്നത് രണ്ട് അറ്റത്ത് നിൽക്കുന്ന, അതായത് 2 എക്സ്ട്രീം പോയിന്റിലുള്ള ഗ്രഹങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. രാഹു ഭൗതികമായിട്ടുള്ള ചിന്തയുടെ ഗ്രഹമാണെങ്കിൽ കേതു ആത്മീയ ചിന്തയുടെ ഗ്രഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഭൗതിക പ്രകൃതിയുടെയും ആധ്യാത്മിക പ്രകൃതിയുടെയും ഗ്രഹങ്ങളായിട്ടാണ് രാഹുകേതുക്കളെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി, പൂർവജന്മ കർമ്മങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് കർമ്മങ്ങളെ പറയാം. അതുപോലെ കേതുവാണെങ്കിൽ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാൻ കഴിയും. അപ്പോൾ പൊതുവേ നമുക്ക് രാഹു ഭൗതിക മോഹങ്ങളുടെ ഗ്രഹമാണ്, അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ്, ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹമാണ്, അത്യാർത്ഥിയുടെ ഗ്രഹമാണ്, ദുഷ്ചിന്തകളുടെ ഗ്രഹമാണ്, ദുഷ്പ്രവർത്തികളുടെ ഗ്രഹമാണ്, കബളിപ്പിക്കലിൻ്റെ ഗ്രഹമാണ്, ലൈംഗികമായിട്ടുള്ള ഭ്രാന്തിൻ്റെ ഗ്രഹമാണ്, ലൈംഗിക ഭ്രാന്ത്, പ്രണയം,
അതുപോലെ മോശപ്പെട്ട ആളുകളുമായിട്ടുള്ള കമ്പനികൾ, രോഗങ്ങൾ, അതുപോലെ സംശയത്തിൻ്റെ ഗ്രഹമാണ്, തർക്കങ്ങളുടെ ഗ്രഹമാണ്, ഇല്യൂഷൻ്റെ ഗ്രഹമാണ്. കൂടാതെ വിദേശ ഭാഷയുടെ ഗ്രഹമാണ്, വിദേശ യാത്രകളുടെയും വിദേശ ബന്ധത്തിൻ്റെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് രാഹുവിനെ കാണാം. അതേസമയം കേതു എന്ന് പറയുന്നത് ഭൗതിക സ്ഥിതിയുടെ നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്ഥിതിയുടെ ഗ്രഹമാണ്. അതായത് ഭൗതിക വിരക്തിയുടെ ഗ്രഹമാണ്, ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹമാണ്. ആത്മജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഭക്തി, ധ്യാനം, അതുപോലെ പൂജകൾ, മോക്ഷമാർഗങ്ങൾ, ഇവയുടെയൊക്കെ ഗ്രഹമാണ്. അതുപോലെ തന്നെ നമുക്ക് ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട പുണ്യ നദികളിൽ സ്നാനം ചെയ്യൽ, ആത്മീയ യാത്രകൾ, ത്യാഗമനോഭാവങ്ങൾ, ഇവയൊക്കെ നമുക്ക് കേതുവിനെ കൊണ്ട് പറയാൻ പറ്റും. മാത്രമല്ല ബ്ലാക്ക് മാജിക്ക്, അതിൻ്റെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ പറയാം. അതുപോലെ നമുക്ക് വൈദ്യശാസ്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, സർജറിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഈ കേതുവിനെ നമുക്ക് പറയാൻ പറ്റും. ചില സന്ധി രോഗങ്ങൾ, അതുപോലെ നമുക്ക് ഇഞ്ചുറി, അപകടങ്ങൾ, പൊള്ളൽ, ഇവയുടെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ പറയാൻ പറ്റും. അപ്പോൾ രാഹു നിൽക്കുന്നതിൻ്റെ നേരെ വിപരീത രാശിയിലാണ് കേതു എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഒരു കാരണമുണ്ട്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമിതമോഹങ്ങളും അമിത ആഗ്രഹങ്ങളും ഒക്കെ വരുമ്പോൾ നീചമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് കൈവരിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊരു കടിഞ്ഞാണിടുക എന്നുള്ളതാണ്, അതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കേതുവിനെ രാഹുവിൻ്റെ നേരെ വിപരീത രാശിയിൽ നിർത്തുക വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൊതുവെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള വളർച്ച വേണം, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ഉന്നതിയും ഉണ്ടാകണം എന്നുള്ള. അപ്പോൾ ഇത് രണ്ടും സന്തുലിതപ്പെടുത്തി പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ രാഹു കേതുക്കളുടെ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരേ സമയത്തുള്ള ഈ രാശിമാറ്റം വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ രാഹു കേതുക്കൾ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എന്ത് രാഹു കേതുക്കളുടെ രാശിമാറ്റം കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഇപ്പോൾ രാഹു 10ലാണ് സഞ്ചരിക്കുന്നത്. 2025 മെയ് 18 ആകുമ്പോൾ ഈ 10 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു നേരെ 9ലേക്ക്, അതിൻ്റെ പിന്നോട്ടുള്ള രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതായത് കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ഈ 4ൽ സഞ്ചരിക്കുന്ന കേതു മെയ് 18 4ൽ നിന്ന് 3ലേക്കാണ്, ഈ മിഥുനക്കുറുകളുടെ 3ാം ഭവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെ ഈ മിഥുനക്കുറുകാർക്ക് രാഹു 9ലും കേതു 3ലും സ്ഥിതി ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ രാഹു കുംഭരാശിയിലേക്കൊക്കെ വരുമ്പോൾ ആ കുംഭരാശിയുടെ അധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 10ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് രാഹു 9 നിൽക്കുന്ന കാലമൊക്കെ ഈ രാഹുവിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ഈ 10ൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. അതുപോലെ രാഹുവിനെ സംബന്ധിച്ചിടത്തോളം 9ലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഇഷ്ടസ്ഥാനം എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ ഈ മെയ് 14 ഈ ഗുരുവിന് രാശിമാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ ഗുരുവിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ഗുരു ഈ രാഹുവിനെ 9ൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആണ് എന്നും കൂടെ നമ്മൾ 1 വർഷത്തോളം രാഹുവിനെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. കേതുവാണെങ്കിൽ ഇപ്പോൾ 3ലേക്ക് രാശി മാറുന്നു. അവിടെ ഈ രാശിനാഥനായിട്ടുള്ള സൂര്യൻ ഈ രാശി മാറുന്ന സമയത്ത്, കേതു രാശി മാറുന്ന സമയത്ത് ഈ കൂറുകാരുടെ 12ാം ഭാവരാശിയിൽ വരുന്നു. ക്രമേണ ആ സൂര്യൻ ഓരോ മാസവും മുന്നോട്ടുള്ള രാശികളിലേക്ക് രാശി മാറി സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റും ഈ കേതുവിൻ്റെ സ്ഥിതി വെച്ച് നമുക്ക് പറയാൻ കഴിയും. ആദ്യം നമുക്ക് രാഹുവിൻ്റെ രാശിമാറ്റം ഈ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പോൾ രാഹുവിൻ്റെ രാശിമാറ്റം 9ലേക്കാണ്, കുംഭരാശിയിലേക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് 9ാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ്.
അത് അപ്പം തൊഴിൽപരമായിട്ട് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ രാഹുവിനെ ഉണ്ട് ഒരു വർഷത്തോളം. അപ്പോൾ അത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയം കൂടിയാണ്. കണ്ടക ശനിയാണെങ്കിലും തൊഴിൽപരമായിട്ട് അത് വലിയ ദോഷം ചെയ്യില്ല. അപ്പോൾ തൊഴിലിടത്ത് നമുക്ക് കുറച്ച് അച്ചടക്കവും നീതിബോധവും ഒരു മെച്യൂരിറ്റിയൊക്കെ നമുക്ക് വേണം. അതായത് നമുക്ക് അല്പം ഹാർഡ് വർക്കൊക്കെ നടത്തുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഈ നമുക്കുണ്ടാകണം എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ സ്ഥാനക്കയറ്റം, ഇവയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പിതാവ് വഴി എന്തെങ്കിലും ഭാഗ്യനേട്ടങ്ങൾ ഈ രാഹുവിൻ്റെ 9ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാം. അതുപോലെ ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിരവധി തൊഴിലവസരങ്ങൾ രാഹുവിൻ്റെ 9ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. അതുപോലെ ഹാർഡ് വർക്കിൻ്റെ ഫലങ്ങൾ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന വർഷമായിട്ട് നമുക്ക് കാണാം. ഉന്നത പഠനം വിദേശത്തൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ബിസിനസ്സുകാർക്ക് ഭാഗ്യനേട്ടങ്ങൾ, വിദേശ ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. വിദേശ വിപണനമൊക്കെ കാര്യക്ഷമമാകും. നമ്മൾ ഈ മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമായിട്ടും കൂടെ നമുക്ക് ഈ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാം. 9ലെ രാഹു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അല്പം പിശുക്കൊക്കെ കാണിക്കും. ഒരു മര്യാദയില്ലായ്മയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ധർമ്മനിഷ്ഠ, സദാചാരം, ഇവയ്ക്കൊക്കെ നമുക്ക് സാധ്യത കാണിക്കുന്നുവെങ്കിലും ഒരു സാധ്യതക്കുറവ്, ഇവയ്ക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി 9ൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ധർമ്മനിഷ്ഠയിലോ സദാചാര കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് ആ 9ലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അപ്പോൾ പൊതുവേ നമുക്ക് നമ്മളിലെ മോശപ്പെട്ട ചിന്തകൾ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ 9ലെ ദൃഷ്ടി കൊണ്ട് കഴിയും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വഭാവത്തിലൊക്കെ ഗുണപരമായ മാറ്റങ്ങൾ ആ ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൽ വരുന്നത് വഴി ഉണ്ടാകും. ധർമ്മപ്രവർത്തനത്തിൻ്റെയും അതുപോലെ കാര്യസാധ്യത്തിനുമൊക്കെ സ്വഭാവമാറ്റം ഗുണം ചെയ്യും എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകും. വിദേശ യാത്രകൾ ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശ ബന്ധം വഴിയൊക്കെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധനഭാഗ്യത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉന്നത പഠനത്തിന് ചിലരെ സംബന്ധിച്ചിടത്തോളം ഉന്നത പഠനത്തിലെ ഒരു 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 മെല്ലപ്പോക്ക്, ആ ഡിസ്ട്രാക്ഷനൊക്കെ മാറുന്നതിന് ആ ഗുരുവിൻ്റെ 9 ദൃഷ്ടിക്ക് കഴിയും. അപ്പോൾ പഠനത്തിലൊക്കെ പൊതുവേ നമുക്ക് ശ്രദ്ധ കൂടും. പിതാവിൻ്റെയും അതുപോലെ ഗുരുക്കന്മാരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുന്നവർക്ക് പൊതുവെ അക്കാഡമിക് തലത്തിലൊക്കെ ഒരു മികച്ച വിജയമൊക്കെ ഈ സമയത്ത് കൈവരിക്കാൻ കഴിയും. ചിലർക്ക് അവരുടെ പഠന മേഖലയിൽ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് പോലെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനെ അവർക്ക് തൊഴിലിലൊക്കെ പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഫിലോസഫി വിഷയം എടുത്ത് പഠിക്കുന്നവർ, അതായത് തത്വശാസ്ത്രങ്ങൾ, അതുപോലെ സ്പിരിച്വൽ തലത്തിലുള്ള എഡ്യൂക്കേഷൻ നടത്തുന്നവർക്ക് അവർക്കൊക്കെ തന്നെ അതുപോലെ ഒരു കൂടുതൽ നേട്ടമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ പൊതുവേ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളുമായിട്ടൊക്കെ പോകാൻ ഈ 9ൽ നിൽക്കുന്ന രാഹു ചിലപ്പോൾ പ്രേരിപ്പിച്ചു എന്നൊക്കെ വരാം. ഇതൊക്കെയാണ് രാഹുവിൻ്റെ രാശിമാറ്റം കൊണ്ട് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് കേതു. ആ കേതു എന്ന് പറയുന്ന 4ാം ഭാവ രാശിയിൽ നിന്ന് 3ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ അത് സൂര്യൻ്റെ രാശിയിലേക്കാണ് ആ കേതു രാശി മാറുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 3ലൊക്കെ കേതു വരിക കേതുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടസ്ഥാനം എന്ന് പറയാം. അപ്പോൾ 3ലെ കേതു ഗുണം ചെയ്യും. അല്പം ധൈര്യം, വീര്യം, അതുപോലെ ഈ കാര്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ 3ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൂടുതൽ ജ്ഞാനമുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷനൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അത് സഹായകമാകും. ഇപ്പോൾ നമ്മൾ ഈ നേതൃതലത്തിലൊക്കെ നമ്മുടെ ലീഡർഷിപ്പ് റോളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിനൊക്കെ നമുക്ക് കഴിയും.
എന്ത് തടസ്സങ്ങൾ വന്നാലും അവയൊക്കെ നമുക്ക് അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ കേതുവിൻ്റെ 3-ലെ സ്ഥിതി കൊണ്ട് വരും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവേ നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് വിജയിക്കുന്നതിനുള്ള, അതിൽ വിജയം കൈവരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതിനുള്ള ഉപായങ്ങൾ, തന്ത്രങ്ങളൊക്കെ ഈ സമയത്ത് അവർക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ സഹോദരന്മാരുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ അവർക്ക് എന്തെങ്കിലും നല്ല അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണം. നമ്മൾ ആർജിച്ച അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ നമ്മൾ കാണുക. ചിലപ്പോൾ നിരവധി യാത്രകൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഇവയൊക്കെ നമ്മൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. ഇപ്പോൾ ചിലർക്ക് ഈ 3-ലൊക്കെ കേതു നിൽക്കുമ്പോൾ ഇപ്പോൾ ENT സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അത്തരം ഇഷ്യൂസ് ഉള്ളവർ അതിന് കെയർ കൊടുത്ത് പോകണം. അതുപോലെ ഈ ബന്ധുക്കളും അതുപോലെ സഹപാഠികളുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു വിള്ളൽ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഇഷ്ടസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 3, 6, 11 രാശികളിലൊക്കെ ആ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് സഹോദര ഗുണം, മത്സര വിജയം, പഠന നേട്ടങ്ങൾ, അതുപോലെ നമുക്ക് പഠിക്കുവാനുള്ള കഴിവ്, ലേണിംഗ് സ്കില്ല്, പൊതുവേ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആ സൂര്യൻ്റെ 3, 6, 11 ഭാവരാശികളിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും. അതൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ ഫലത്തിനോടൊപ്പം കൂട്ടി വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് കാര്യസാധ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിരിക്കും. മൊത്തത്തിൽ ഈ രാഹുകേതുക്കളുടെ രാശി മാറ്റം എന്ന് പറയുന്നത് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാക്കാം, തൊഴിലവസരങ്ങളൊക്കെ നമുക്കുണ്ടാകും, വിദേശത്ത് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു നേട്ടമാണ് എങ്കിൽ ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് നമ്മൾ വ്യക്തിബന്ധങ്ങളിലും വൈകാരിക തലത്തിലുമൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.